ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ മനുഷ്യരെ ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം കൈകാലുകളിൽ ചങ്ങലകളിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപരോധം ഏർപ്പെടുത്തി അവരുടെ മിലിറ്ററി വിമാനങ്ങളിൽ ഇന്ത്യ എന്ന രാജ്യത്ത് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഇന്ത്യൻ അധികാരികൾ, പ്രധാനമന്ത്രിമാർ അതിന് വകവെച്ച് കൊടുക്കുന്നതും അവർ ചെയ്യുന്ന പ്രവൃത്തി ന്യായീകരിക്കുന്നതും ഒട്ടും ഉചിതമല്ല. അത് അംഗീകരിക്കാൻ പറ്റുന്നതേയല്ല. ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തിനും അതിലെ പൗരന്മാർക്കും ഒരു നേരമെങ്കിലും അല്പം വില കൊടുത്ത ഒരു പ്രധാനമന്ത്രിക്ക് അന്യരാഷ്ട്രം ഭരിക്കുന്ന രാജ്യത്തെയും അതിലെ പൗരന്മാരെയും ചവിട്ടിത്തേക്കുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാവും. അവർക്ക് അത് പ്രതികരിക്കാൻ കഴിയും. മോഡി എന്ന് പറയുന്ന ഭരണാധികാരി താഴേക്കിടയിൽ നിന്നും രാഷ്ട്രത്തോടും രാജ്യത്തോടുമുള്ള സ്നേഹം കൊണ്ട് വളർന്നു വന്ന ഒരു പ്രധാനമന്ത്രി ഒന്നല്ല. അദ്ദേഹത്തിന് നയതന്ത്രപരമായി എവിടെയും പ്രവർത്തിച്ച് പരിചയവുമില്ല. അദ്ദേഹം ഒരു എംബസിയിൽ ജോലി ചെയ്ത ഒരാളല്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥിതി കാണാപ്പാഠം പഠിച്ചൊരു മനുഷ്യനുമല്ല. അദ്ദേഹത്തിന് 10, 30, 40 പേർക്ക് ഒരുമിച്ച് ചായ ഇടുകയാണെങ്കിൽ എത്ര ചായപ്പൊടി, എത്ര വെള്ളം, എത്ര തിളപ്പിക്കണം, എത്ര ഗ്ലാസ്സുകൾ വേണം, എത്ര പഞ്ചസാര വേണം എന്നൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ പറയാൻ കഴിയും. അദ്ദേഹത്തിന് നയതന്ത്രപരമായി ഒരു ഭരണാധികാരിയാവാനുള്ള യാതൊരു യോഗ്യതയും രാഷ്ട്രീയപരമായി പ്രവർത്തിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് ഇത്തരം അപമാനങ്ങൾ അന്യരാജ്യങ്ങൾ ഇന്ത്യൻ പൗരന്മാരോട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരും നമ്മെപ്പോലുള്ള മനുഷ്യരും സത്യം പറഞ്ഞാൽ വിഡ്ഢികളാണ്. അദ്ദേഹം ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിയത് വിഡ്ഢികളായ അദ്ദേഹം പറയുന്നതും കൊള്ളയടിക്കുവാനും വ്യഭിചരിക്കുവാനും കൊല്ലുവാനും അവസരം കിട്ടുമെന്നുള്ള പ്രലോഭനം നൽകിയപ്പോൾ അത്തരം ക്രിമിനലുകളുടെ സഹായത്തോടെ പ്രധാനമന്ത്രിയായ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന സംഘടനകളിലെ അദ്ദേഹം പ്രവർത്തിച്ചു പോന്ന, അദ്ദേഹം പഠിച്ചു പോന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം വൃത്തി പോലെ ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ അനുഭവങ്ങൾ ഇന്ത്യ ഗുജറാത്ത് മുതൽ മണിപ്പൂർ മുതൽ ഹരിയാന മുതൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം നാം കണ്ടതാണ്, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നതുകൊണ്ട് അന്യരാഷ്ട്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ അന്യരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിനോ പൗരന്മാരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിനോ അദ്ദേഹം ഒരു കോഴ്സും പാസ്സായിട്ടില്ല. അദ്ദേഹം താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന ഒരു മനുഷ്യനെ അല്ല. രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല. പിന്നെ അധികാരങ്ങൾ കയ്യിൽ വരുമ്പോൾ ചെയ്യുന്ന ഒരുപാട് കളികളുണ്ട്, അത് അദ്ദേഹം കളിക്കുന്നുണ്ട്. അതല്ലാതെ കണ്ട് ഒരു പ്രധാനമന്ത്രിയാവാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിനുണ്ടായി.